ഇട്ട് കഴിഞ്ഞാൽ ഇതിലിട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ റിലീസ് ഈ 1 2 ഇട്ടിട്ട് ഇത് വോളിയം കൂട്ടുമ്പം ഇതിനകത്ത് നിന്ന് ഇവിടെ വന്ന് ഇവിടെ കയറും. അങ്ങനെയുള്ളതാണ്. ഇത് ഇട്ടില്ലേലും കുഴപ്പമില്ല. ഇപ്പം ഡയറക്റ്റ് പോയേക്കുക. ഈ സാധനം പാനിങ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കൊടുത്തതാണ്. ഇത് ഇങ്ങോട്ട് ഇടുമ്പോൾ ആ സ്പീക്കർ കേൾക്കും. ഈ സ്പീക്കർ കേൾക്കും. അതിനുള്ള സാധനം. ഓക്കെ, ഇത് എഫക്റ്റാണ്. ഈ എഫക്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ കണ്ട് ഇതിനകത്താണ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് കീബോർഡിന് കിടക്കുമായിരുന്നു എഫക്റ്റ്. ഞാനത് കട്ട് ചെയ്തു. കീബോർഡിനൊന്നും വേണ്ട, വോക്കൽ മൈക്കിന് മാത്രം മതി. ഓക്കെ, പിന്നെ ഇത് വോക്സ് ഔട്ട് അത് വേണ്ടായിരുന്നു, നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇതെന്ന് പറയാം ട്രിബിള്, അതായത് നമ്മൾ ട്രിബിള്. ഇത് മിഡ് 2 മിഡുണ്ട്. ഇത് ലോ അല്ലല്ല ബേസ് ഇതാ. ബേസ് ഇത് ഇച്ചിരി ഈ റേഞ്ച് ഇട്ടാൽ ഇത് ലോ മിഡും ഹൈ മിഡും ഇത് രണ്ട്. പിന്നെ ഇത് കംപ്രസർ. ഇത് പറഞ്ഞാൽ ഒത്തിരി സൗണ്ട് എടുത്ത് കട്ട് ചെയ്യുന്ന സാധനമാണ് ഈ സാധനം. അത് വേണ്ട. ഇത് ഗെയിൻ. ഇതൊക്കെ ഈ റേഞ്ച് ഇട്ടാൽ മതി. പിന്നെ 2 നിങ്ങളുടെ ബുക്ക് പ്രശ്നം എന്ന് പറയാം, സ്പീക്കർ അവിടെ വയ്ക്കരുത്. ഇത് വരണം. ഈ പ്രൊജക്ടർ ഇപ്പുറത്ത് വരണം. അതൊന്ന് അങ്ങോട്ട് ഫേസ് ചെയ്യണം. അല്ലെങ്കിൽ കണ്ണുമാർ ഓളിയും തുറന്നോടും പാസ് വേഗത്തിൽ പാട്ട് പാടുന്നതാണ് കേൾക്കുന്നത്. അപ്പം ഈ പ്രൊജക്ട് മോണിറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു. മോണിറ്റർ പക്ഷേ വയർ കിട്ടിയില്ല, കേബിൾ കിട്ടിയില്ല. അതൊന്ന് മോണിറ്റർ ഓക്സ് 1 വിട്ടാൽ മതി. ഇത് അതിനകത്ത് ഇതിനകത്ത് കേബിൾ കൊടുക്കുക. ഇവിടെ ആക്റ്റീവ് ആവും. ഇവിടെയാണ് അതിൻ്റെ ഔട്ട് കണ്ടിതാ. അവിടെയാണ് എഫക്റ്റ് വീഴുന്നത്. അതിൻ്റെ മെയിൻ ഇതാ. അപ്പോൾ ഇത് തുറന്നു വിട്ടിട്ട് ഇതും തുറന്നു വിടണം. ഓക്സ് 1-ൻ്റെത് ഓക്സ് 2 ആണ്. ഇത് വേണമെന്നില്ല. ഈ സാധനം പോയി കിടക്കും. സംസാരിച്ച് ക്ലിയർ ചെയ്യണം. ഇത് സെക്കൻഡ് തേർഡ് മോണിറ്റർ. ഇത് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിലീസ് ചെയ്യണ്ട. ഇതെല്ലാം ഇതാക്കിയിട്ടില്ല. മോണിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രസ് ചെയ്തിട്ടുണ്ടാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേഡർ കൂട്ടുമ്പം ഇതിനകത്ത് മോണിറ്ററിനകത്തും കൂടും. മനസ്സിലാകുന്നുണ്ട് ആ സാധനം. അപ്പോൾ അത് ചെയ്യണ്ട. നമ്മൾ ചിലപ്പം നമ്മൾ കൺട്രോൾ പോകും. നമ്മൾ ഇവിടെ കൂട്ടുമ്പോൾ അവിടെ കൂടും ആ സാധനമാണിത്. മനസ്സിലാകുന്നുണ്ട്. ഓഫ് ചെയ്തിട്ടേക്കുമല്ലോ. ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേഡർ കൂട്ടുന്നതിന് അത് നോക്കിയാൽ മതി. കൂട്ടുമ്പോൾ മനസ്സിലാവും കൂടിയെന്ന്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പം ബേസിൻ്റെ ഈ ഫ്രീക്വൻസി ഉണ്ടല്ലോ. നമുക്ക് മൈക്കിനൊന്നും ഇത് വേണ്ട. കീബോർഡൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വേണം. എന്ന് വെച്ചാൽ ബേസ് ആ ഫ്രീക്വൻസി കട്ട് ചെയ്യുന്ന സാധനം. ഇത് പിന്നെ കുഴപ്പമില്ല. ഇത് ഫിൽട്ടർ ചെയ്യുന്ന സാധനമാണ്. അതൊന്നും വലിയ പ്രശ്നമാണ്. ഇതാണ് സംഭവം. ഇത് ഇച്ചിരി ഗെയിൻ ഇട്ടേരാ. കീബോർഡിന് ഇച്ചിരി ഗെയിൻ വേണം അല്ലേ? ഇച്ചിരി ഇട്ടേരാ. ഇതല്ലേ അതുകൊണ്ട് ഇച്ചിരി ഗെയിൻ ഇട്ടു. ഇത്രയും വേണമെന്നില്ല. ഞാനതേ ഓളയും കുറച്ചിട്ടതുകൊണ്ട് ഞാൻ ഇട്ടത്. ഇതിടരുത്. ഈ സാധനം ഇടരുത്. പിന്നെ ഡിലേ ഇത് മാറ്റി 12 കിടക്കുന്നത്. അതായത് വേറെ ഏതെങ്കിലും തന്നെ ഡിലേ നോക്കിയിട്ട് ഒരെണ്ണം ചൂസ് ചെയ്ത് റിവർബും ഡിലേയും കൂടെ ചേരുന്നുണ്ട്. ഓരോന്നോരോ മൈക്ക് ചെയ്ത് ഇങ്ങനെ കിട്ടി. ഇതിപ്പോൾ എന്തെങ്കിലും മാറ്റുമ്പോൾ അറിയാമല്ലോ. ചാനൽ മാറ്റും. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തു. അപ്പോൾ അത് ഏത് ഇതിനകത്ത് നല്ലതെന്ന് നോക്കിയിട്ടില്ല. ഇത് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇത് ഹലോ ആ സാധനം ആ ടൈമിങ് കൂട്ടുന്നത്. അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ഇപ്പം മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ സാധനം അങ്ങ് പോകുന്നതാണ്. രണ്ടും സ്പീക്കർ അടുത്ത് അപ്പുറത്ത് വരുന്നത് പ്രൊജക്റ്റിന് ആ സൈഡിൽ തന്നെ വയ്ക്കുക. അപ്പുറത്ത് അതേപോലെ ഇങ്ങനെ ചെയ്യിക്കുക. എന്നിട്ട് സെൻറ്റർ നോക്കുക. അവിടെ പോയി നിൽക്കുക. ആ സെൻറ്ററിൽ നിന്നിട്ട് ഇത് രണ്ടും കൂടെ ഈ 2 പൊസിഷനും ഇങ്ങനെ ആണോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ ചരിക്കും. ഇതിപ്പം ഒരെണ്ണമായിട്ട് പോകുന്നത് കണ്ടവന് ഓളിയും തള്ളി വേണം. ഫാസ്റ്റ് കിട്ടത്തില്ല. പ്രൊജക്റ്റിൻ്റെ ഈ മറവിൽ നിന്ന് നിന്നിട്ട് അവിടെ ഈ ഫ്രീ അങ്ങ് ചെല്ലുന്നില്ല. ഇത് തട്ടി അവിടെ പോവുക. സൗണ്ടിന് അവിടെ മോണിറ്റർ വെച്ചാൽ ഇത് അങ്ങനെ തന്നെ വെക്കണം. അത് ഇച്ചിരി ഇങ്ങോട്ട് അടുത്തോട്ട് വയ്ക്കുമ്പോൾ
ചൂട് പ്രയോജനം ഊളിയും തുറന്നു വിടുന്നു ഊളിയും തുറന്ന് വെളി വരുന്ന ഭയങ്കര രീതിയിൽ കേൾക്കും ഒന്ന് ബ്രദറിന് പാടുന്ന കേൾക്കുന്നത് ഓ ഞാൻ വരുമോ പാസ്റ്ററിൽ നേരെ പോകാൻ പറ